ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. വെരി ഷോർട്ട് സെൻറ്റൻസുകളുടെ മറ്റൊരു സെഷനാണിത്. കഴിഞ്ഞ സെഷനിലെ പോലെ തന്നെ നാം അറിഞ്ഞിരിക്കേണ്ടതും സാധാരണ കേൾക്കുന്നതുമായ വാക്കുകളും സെൻറ്റൻസുകളുമാണ് ഈ തവണത്തേതും. ഒക്കെ ഞാൻ പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറയുമല്ലോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. നാം ചിലപ്പോൾ ചിലരെയൊക്കെ മിസ് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ നാം എന്താണ് പറയാറ്? ഐ മിസ് യു എന്ന് പറയും. ഐ മിസ് യു. മിസ് എന്നാൽ വിട്ടുപോവുക അല്ലെങ്കിൽ കാണാതാവുക എന്നൊക്കെയാണ് അർത്ഥം. എന്നാൽ ഇവരെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അഭാവം അഥവാ നീ ഇവിടെ ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ അതെനിക്ക് അനുഭവപ്പെടുന്നു എന്നാണ്. ഐ ഞാൻ, യു നിന്നെ അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്നു. ഐ മിസ് യു. അല്ലെങ്കിൽ വി മിസ് യു എന്ന് പറയാം. വി ഞങ്ങൾ, യു നിന്നെ മിസ് ചെയ്യുന്നു. വി മിസ് യു. എന്നെ സഹായിക്കൂ. പ്ലീസ് ഹെൽപ്പ് മീ. പ്ലീസ് ഹെൽപ്പ് മീ. ഹെൽപ്പ് മീൻസ് സഹായം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സഹായം ചോദിക്കലാണ്. പ്ലീസ് ഹെൽപ്പ് മീ. പ്ലീസ് എന്നതൊരു റിക്വസ്റ്റ് വേർഡാണ്. പ്ലീസ് അല്ലെങ്കിൽ പ്ലീസ് ഗിവ് മീ എ ഹാൻഡ് എന്ന് പറയാം. പ്ലീസ് ഗിവ് മീ എ ഹാൻഡ്. നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ഒരു കൈ സഹായം തരുമോ എന്ന് ചോദിക്കുന്നത് പോലെ ഗിവ് എന്നാൽ തരുക അല്ലെങ്കിൽ കൊടുക്കുക. പ്ലീസ് ഗിവ് മീ എ ഹാൻഡ്. ദെൻ എനിക്ക് കഴിയും. ഐ ക്യാൻ. ഐ ക്യാൻ. ക്യാൻ മീൻസ് കഴിയുക എന്നാണ്. കഴിയുക. ഐ ക്യാൻ. നമുക്ക് കഴിയും എന്ന് പറയാൻ വി ക്യാൻ. വി ക്യാൻ. നിനക്ക് കഴിയും. യു ക്യാൻ. അവർക്ക് കഴിയും. ദേ ക്യാൻ. അവൾക്ക് കഴിയും. ഷീ ക്യാൻ. അവന് കഴിയും. ഹീ ക്യാൻ. ഇനി എനിക്ക് കഴിയില്ല എന്ന് പറയാൻ ക്യാൻ എന്നതിനോടൊരു നോട്ട് ചേർത്ത് പറഞ്ഞാൽ മതി. ഐ കാണ്ട് എന്ന് പറയാം. കാനോട്ട് എന്നത് ചുരുക്ക രൂപത്തിൽ പറയുമ്പോൾ കാണ്ട് എന്ന് തന്നെ പറയണം. കാനോട്ട് എന്ന് പറയരുത്. കാണ്ട്. ഐ കാണ്ട്. എനിക്ക് കഴിയില്ല. ഇതുപോലെ തന്നെ മറ്റെല്ലാത്തിനോടും നോട്ട് ചേർത്തിട്ട് നെഗറ്റീവ് ഫോം പറയാം. ഞങ്ങൾക്ക് കഴിയില്ല. വി കാണ്ട്. നിനക്ക് കഴിയില്ല. യു കാണ്ട്. അവർക്ക് കഴിയില്ല. ദേ കാണ്ട്. അവൾക്ക് കഴിയില്ല. ഷീ കാണ്ട്. അവന് കഴിയില്ല. ഹീ കാണ്ട്. ഇനി നിനക്ക് കഴിയുമോ എന്ന് ചോദിക്കാൻ ഇതിനെ ഒന്ന് പരസ്പരം തിരിച്ചിട്ടാൽ മതി. നിനക്ക് കഴിയുമോ? കാൻ യു. കാൻ യു. ഇതുപോലെ തന്നെയാണ് മറ്റുള്ളവർ. കഴിയില്ലേ എന്ന് ചോദിക്കാൻ കാൺട്ട് യു എന്ന് ചോദിക്കാം. കാൺട്ട് യു. അതുപോലെ തന്നെ എനിക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഐ കുഡ് ഡു ദാറ്റ് എന്ന് പറയാം. കുഡ് ക്യാൻ എന്നതിൻ്റെ പാസ്റ്റ് ഫോമാണ്. അതായത് ഗ്രാമാറ്റിക്കലായി പറഞ്ഞാൽ കഴിഞ്ഞ ഒരു കാര്യം പറയണം. ഐ കുഡ് ഡു ദാറ്റ്. എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇത് തെറ്റാണ്. ഇറ്റ് ഈസ് റോങ്. ഇറ്റ് ഈസ് റോങ്. റോങ്. WRONG. റോങ്. ഇറ്റ് മീൻസ് ഇത്. ഈസ് ആണ്. റോങ് തെറ്റ്. ഇറ്റ് ഈസ് റോങ്. ഇത് ശരിയാണ് എന്ന് പറയാൻ ഇറ്റ് ഈസ് റൈറ്റ്. ഇറ്റ് ഈസ് റൈറ്റ്. ഇറ്റിന് പകരം നമുക്ക് ദാറ്റ് വെച്ചിട്ടും പറയാം. ദാറ്റ്സ് റൈറ്റ് എന്ന് പറയുമ്പോൾ അത് ശരിയാണ്. ദാറ്റ്സ് റൈറ്റ്. അത് ശരിയാണ്. ഇതുപോലെ മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ആവുമ്പോൾ അതിൻ്റെ ആ സെൻറ്റൻസിൻ്റെ ഘടന വിപരീത ദിശയിലാണ് വരുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഇങ്ങനെ വാക്കുകൾ കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ റിപ്പീറ്റായി കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഘടന നമുക്ക് മനസ്സിലേക്ക് വന്നു ചേരും. ഓക്കെ. ഇനി കൃത്യമായി എന്നതിന് എന്താ പറയുക? എക്സാക്ട്ലി എന്ന് പറയാം. എക്സാക്ട്ലി. ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ കൃത്യമായും നിങ്ങൾ പറഞ്ഞതാണ് ശരി എന്ന് പറയാൻ എക്സാക്ട്ലി യു ആർ റൈറ്റ് എന്ന് പറയാം. എക്സാക്ട്ലി യു ആർ റൈറ്റ്. പക്ഷേ അങ്ങനെ ആയിരിക്കാം എന്നതിന് മേ ബി എന്ന് പറഞ്ഞാൽ മതി. മേ ബി. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞതായിരിക്കാം ശരി. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞതായിരിക്കാം ശരി. മേ ബി യു ആർ റൈറ്റ്. മേ ബി യു ആർ റൈറ്റ്. ഇവിടെ സേ എന്നത് പ്രത്യേകിച്ച് കോൺവെർസേഷനിലാണെങ്കിൽ എടുത്തു പറയേണ്ടതായ ആവശ്യമില്ല. കുഴപ്പമില്ല. മേ ബി യു ആർ റൈറ്റ് എന്ന് പറഞ്ഞാൽ മതി. നടന്നു വരുന്നതിന് നമ്മൾ ഓൺ ഫുട്ട് എന്ന് പറയാം. ഓൺ ഫുട്ട്. ദെൻ ഞാൻ നടന്നാണ് വന്നത്. ഐ കെയിം ഓൺ ഫുട്ട്. ഐ കെയിം ഓൺ ഫുട്ട്. അതുപോലെ ചെരിപ്പിടാതെ നടന്നു വരുന്നതിന് ഓൺ ബെയർ ഫുട്ട് എന്നാണ് പറയുക. ഓൺ ബെയർ ഫുട്ട്. അതായത് നഗ്നപാദത്തോടെ. നാം അമ്പലത്തിലൊക്കെ കയറുമ്പോൾ എങ്ങനെയാണ്? ബെയർ ഫുട്ടായിട്ടാണ് പോവുക അല്ലേ? നഗ്നപാദത്തോടെ. ദെൻ നോട്ട് നൗ. നോട്ട് നൗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴല്ല എന്നാണ്. ഇപ്പോഴല്ല. നൗ എന്ന് വെച്ചാൽ ഇപ്പോൾ. ആരെങ്കിലും നിങ്ങളെ വീട്ടിലേക്കൊക്കെ ക്ഷണിക്കുമ്പോൾ ഞാൻ പറയാറുണ്ടല്ലേ, ഇപ്പോഴല്ല ഞാൻ പിന്നെ വരാം, അല്ലെങ്കിൽ ഇപ്പോൾ തിരക്കിലാണ് എന്നൊക്കെ പറയാറുണ്ടല്ലേ. ഇപ്പോഴല്ല. നോട്ട് നൗ. ഞാൻ പിന്നെ വരാം. ഐ വിൽ കം ലേറ്റർ. ഐ വിൽ കം ലേറ്റർ. ഇപ്പോഴത്തെ സമയം കഴിഞ്ഞ് ചെയ്യുന്ന ഒരു കാര്യമാകുമ്പോൾ അവിടെ ഒരു വില്ല് ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ലേറ്റർ എന്നാൽ പിന്നീട് അല്ലെങ്കിൽ ശേഷം. ഐ വിൽ കം ലേറ്റർ. ഞാൻ തിരക്കിലാണ് എന്നതിന് ഐ എം ബിസി എന്ന് പറയാം. ഐ എം ബിസി. ഇപ്പോൾ തിരക്കിലാണ് എന്ന് പറയുമ്പോൾ ഐ എം ബിസി നൗ. നൗ എന്ന് അവനോട് ചേർത്താൽ മതി. ഐ എം ബിസി നൗ. ഞാൻ ആം ആണ് ബിസി
തിരക്ക്. നൗ എന്നാൽ ഇപ്പോൾ. ഐ ആം ബിസി നൗ. ഈ സെൻറ്റൻസുകളുടെ ഘടന മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാകാവുന്നതാണ്, അതിൻ്റെ ഘടന വരുന്നതിൻ്റെ രീതി. അതായത് മലയാളത്തിൽ രണ്ടാമതായി പറയുന്ന ഒരു കാര്യം അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ പൊസിഷൻ വരുന്നത് അവസാനത്തിലായിരിക്കും. ഈ ഒരു സെൻറ്റൻസ്, അതായത് ഐ ആം ബിസി എന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അവിടെ നൗ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് പാർട്ട് ഓഫ് സ്പീച്ചിൻ്റെ ഭാഗമായി വരുന്ന എപ്പോൾ എന്ന് കാണിക്കാനായി സമയത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വിശേഷണ പദം മാത്രമാണ്. ഏതു സമയത്ത് എന്ന് ചോദിക്കാൻ അറ്റ് വാട്ട് ടൈം എന്ന് പറയാം. അറ്റ് വാട്ട് ടൈം. എപ്പോഴത്തേക്ക് എന്നതിന് വെൻ ടു എന്ന് പറയാം. വാൻ ടു. നമ്മൾ വേർ ടു എവിടേക്ക് എന്ന് പഠിച്ചിട്ടുണ്ടല്ലേ, എവിടേക്കാ, വേർ ടു. അതുപോലെ തന്നെ നമുക്ക് വെൻ ടു എന്ന് ചോദിക്കാം, എപ്പോഴത്തേക്കാണ്. രാവിലെ എന്നതിന് ഇൻ ദ മോർണിംഗ്. ഇൻ ദ മോർണിംഗ്. വൈകുന്നേരത്തിനോ, വൈകുന്നേരത്തിലാണെന്ന് പറയാൻ ഇൻ ദ ഈവനിങ് എന്ന് പറയാം. ഇൻ ദ ഈവനിങ്. ഇനി രാത്രിയിൽ എന്നുള്ളതിന് അറ്റ് ദ നൈറ്റ് എന്നാണ് പറയേണ്ടത്. അറ്റ് ദ നൈറ്റ്. ഇൻ ദ നൈറ്റ് എന്ന് പറയരുത്, അറ്റ് ദ നൈറ്റ് എന്നാണ് പറയേണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ റിപ്പീറ്റ് ആയത് പറഞ്ഞു നോക്കുക, നിങ്ങൾക്കിത് കഴിയും. യു ക്യാൻ. ഹാവ് എ ഗുഡ് ഡേ ആൻഡ് ബൈ.